ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ട് ഒരു ചിക്കൻ ഷവർമയുടെയും റൈസിന്റെയും റെസിപ്പി നോക്കാം. ചിക്കൻ മാരിനേറ്റ് ചെയ്യാനായിട്ട് ഒരു വലിയ ക്യാപ്സിക്കത്തിന്റെ പകുതി, തൊലിയോട് കൂടിയ ഒരു വലിയ ഓറഞ്ചിന്റെ മുക്കാൽ ഭാഗം, എരിവിനാവശ്യത്തിന് പച്ചമുളക്, ഇഞ്ചി, 1 ടേബിൾ സ്പൂൺ ഗാർലിക് പൗഡറും 2 ടീസ്പൂൺ ടൊമാറ്റോ പേസ്റ്റും കൂടി നന്നായിട്ട് അരച്ചെടുക്കാം. ഇനി ഇതൊരു മിക്സിംഗ് ബൗളിലേക്ക് മാറ്റിയ ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഒനിയൻ പൗഡറും 1 ടീസ്പൂൺ ജീരകത്തിന്റെ പൊടിയും 1 ടേബിൾ സ്പൂൺ സ്മോക്ഡ് പാപ്രിക്കയും കുരുമുളക് പൊടിയും 4 ടേബിൾ സ്പൂൺ കൂടുതൽ പുളിയില്ലാത്ത തൈരും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് മിക്സ് ചെയ്യാം. ഇനി ചെറുതാക്കി കട്ട് ചെയ്ത ബോൺലെസ് ചിക്കനിലേക്ക് കുറച്ച് വിനീഗറും കൂടി ചേർത്ത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് മിനിമം അരമണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കാം. റൈസ് കുക്ക് ചെയ്യാനായിട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ചെറിയ കഷ്ണം പട്ടയും 2 ഗ്രാമ്പൂവും ചേർക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് സോട്ടേ ചെയ്യാം. അരി വേവിക്കാൻ പാകത്തിന് ചൂടുവെള്ളവും ഉപ്പും ഒരു നുള്ളു സാഫ്രോണും കൂടെ ചേർത്ത് തിളച്ച ശേഷം ബസ്മതി റൈസ് ചേർക്കാം. ഇതൊന്ന് തിളച്ച് വെള്ളം വറ്റി തുടങ്ങുമ്പോൾ മൂടി വെച്ച് വേവിക്കാം. ഇപ്പൊ റൈസ് ഒക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി കുറച്ച് ഓയിൽ ഒഴിച്ച് മാരിനേറ്റ് ചെയ്ത ചിക്കൻ നല്ല കളർ മാറി വരുന്നവരെ കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഷവർമയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള റൈസും റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് സാലഡിന്റെയും മയോണൈസിന്റെയും കൂടെ സെർവ് ചെയ്യാം.